മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിയിൽ 3 ദുആകളിരുന്നു. ആ 3 ദുആഇന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ഇരുന്നത് ആരാണ്? ജിബിരിയിലാണ്. ജിബിരിലിനേക്കാൾ മേന്മയുള്ള ഉയർന്ന മലക്കുകളെക്കാൾ മനുഷ്യൻ ഉയരാൻ പറ്റും. പവർ മനുഷ്യനാണ് മലക്കുകളെക്കാൾ. ആ മലക്കുകളെക്കാൾ ഉയർച്ചയുള്ള മനുഷ്യനായ ഉയർന്ന ആളാണ് ആമീൻ പറഞ്ഞത്. ദുആ ചെയ്യുന്ന ആളുടെ മഹത്വത്തെക്കാൾ ആമീൻ പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര ഔലിയാക്കന്മാരുണ്ടാവും, നമ്മുടെ കുരുന്ന് മക്കളുണ്ടാവും, മുസ്തജാബ് ദുആയ എത്ര ആബിദീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെയൊക്കെ ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് വരുന്നത് നമ്മൾ ആമീൻ പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്ഥാനമുയർന്നവർ അവരാണ് ദുആ ഇരക്കുന്നവരെക്കാൾ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ആമീൻ പറയണം? നിങ്ങൾ ഖിബലയ്ക്ക് നേരെ നിന്ന് നിസ്കരിക്കുന്നത് ഖിബലയാക്കുന്ന കഅബയാണെങ്കിൽ നിങ്ങളുടെ ദുആഇന് ഒരു ഖിബലയുണ്ട്. അത് നിങ്ങൾ വിടർത്തിപ്പിടിച്ച നിങ്ങളുടെ കരങ്ങളാണ്. ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ അതിലേക്ക് നോക്കണം. നോക്കിയാണ് നിങ്ങൾ ആമീൻ പറയേണ്ടത്. നിങ്ങൾ മുഖത്തിന് നേരെ ആ തോളിൻ്റെ ചുവരിൻ്റെ നേരെ കൈ ഉയർത്തണം. നിങ്ങളതിങ്ങനെ നിങ്ങളുടെ കാലിൽ തുടയുടെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നിങ്ങൾ ആമീൻ പറയരുത്. വഖത്ത് നിസ്കാരങ്ങൾക്ക് ഇമാമ ദുആ ഇരക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ ആമീൻ പറയണം. കാരണം നിങ്ങളുടെ ആമീനാണ് മഹത്വം. ജിബിരിലിനേക്കാൾ പവറുള്ള ആൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ് ആമീൻ പറഞ്ഞത്. ദുആ ഇരുന്നത് ജിബിരിലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് നിങ്ങൾ അതബോടെ ഇരുന്ന് നിവർത്തിപ്പിടിച്ച കൈകൾ നിങ്ങൾ ഉറക്കെ ആമീൻ പറയണം. ശേഷം നിങ്ങളിങ്ങനെ മുത്തുകയല്ല വേണ്ടത്, മുഖം തടകണം. നിങ്ങളുടെ ആ കൈ ഓടുന്ന ഭാഗത്തൊക്കെയും അതിൻ്റെ ബറക്കത്തുണ്ടാവും. അപ്പോൾ അങ്ങനൊരു പ്രധാനപ്പെട്ടൊരു വിഷയം കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ആ സമയത്ത് 3 സ്റ്റെപ്പുകളിൽ, പടികളിൽ, പടവുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവിത്രമായ കാൽപാദം വെച്ച് ഓരോ തവണയും ആമീൻ പറഞ്ഞപ്പോൾ ആ ദുആഇനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വഹാബ എന്താണ് ഇവിടെ ദുആ ചെയ്തത്? ഒന്ന്, പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും നിങ്ങളുടെ അടുക്കലുണ്ടായിരിക്കെ അവരെ കൊണ്ട് സ്വർഗം നേടാത്തവൻ്റെ മേൽ നാശം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. നിസ്കാരത്തിലൂടെ മാത്രമല്ല സ്വർഗപ്രവേശനം, സക്കാത്തും ഹദിയകളും നോമ്പുതുറയും മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് സബബ്. നിൻ്റെ പൊന്നുമ്മയെ, നിൻ്റെ വാപ്പയെ അതബോടെ അവരുടെ മുന്നിൽ നീ ഒരടിമയെപ്പോലെ അവരുടെ മുന്നിൽ അവരുടെ പൊരുത്തം കിട്ടാൻ അവരുടെ അടുക്കൽ ചേർന്ന് നിന്നവർക്ക് ഖിദ്മത്തെടുത്തു കൊടുക്കുന്ന ഒരു മകൻ, ഒരു മകൾ, ആ വാപ്പ ഉമ്മയുടെ ദുആ കൊണ്ട് ഈ മകൻ സ്വർഗത്തിലെത്താൻ പറ്റും. അവരുടെ പൊരുത്തം കിട്ടാതെ അവരുടെ പിണക്കം സമ്പാദിച്ചവന്